CPI 25-ാം പാർട്ടി കോൺഗ്രസിന് തുടക്കം. പൊതുസമ്മേളനത്തോടെയാണ് പാർട്ടി കോൺഗ്രസിന് തുടക്കം കുറിച്ചത്. ദീപശിഖയുമായുള്ള റാലി വേദിയിലെത്തി. നാളെ മുതലാകും പ്രതിനിധി സമ്മേളനങ്ങൾ. ജനറൽ സെക്രട്ടറി മാറുമോ എന്നതാണ് പ്രധാന ചർച്ചയായി ഉയരുന്നത്. തൗഫീഖുണ്ട് വിവരങ്ങൾ നൽകാനായി ചണ്ഡീഗഡിൽ നിന്നും. തൗഫീഖ്, നാളെയാണ് പ്രതിനിധി സമ്മേളനങ്ങളൊക്കെ ആരംഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഉയർന്നു വരുന്ന ഒരു ചർച്ച ജനറൽ സെക്രട്ടറി മാറുമോ എന്നുള്ളതാണ്. മറ്റൊന്ന്, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു വനിത വരണം എന്നുള്ള ചില പ്രതിനിധികൾ ഉന്നയിക്കുന്നുണ്ട്. പല സംസ്ഥാന സമ്മേളനങ്ങളിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉയർന്നു കേട്ടതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏത് തരത്തിലുള്ള ചർച്ചകളൊക്കെയാണ് അവിടെ നടക്കുന്നത്? ഈ സമ്മേളനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. പൊതുസമ്മേളനത്തോടു കൂടിയാണ് CPIയുടെ 25-ാം പാർട്ടി കോൺഗ്രസിന് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. നാളെയാണ് പാർട്ടി കോൺഗ്രസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ പ്രതിനിധി സമ്മേളനങ്ങൾ ഉൾപ്പെടെ ആരംഭിക്കുന്നത്. ഈ പാർട്ടി കോൺഗ്രസിലെ പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമുള്ളത് പാർട്ടി ജനറൽ സെക്രട്ടറി മാറുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ചർച്ച പാർട്ടി കോൺഗ്രസിൽ നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പ്രായപരിധിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാകും. നിലവിലത്തെ സെക്രട്ടറി D രാജയ്ക്ക് 75 വയസ്സ് കവിഞ്ഞത് പൂർത്തിയായതിന്റെ അടിസ്ഥാനത്തിലാണ് രാജയെ മാറ്റണം എന്നുള്ളൊരു ആവശ്യം കേരള നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ ഉയർത്തിയതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതനുസരിച്ച് ആകുമ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഈ പാർട്ടി കോൺഗ്രസിൽ നടക്കും. ആ ചർച്ചയുടെ അവസാനമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. എന്നാൽ തന്നെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിൽ D രാജയ്ക്ക് എതിർപ്പുകളുണ്ട്. നേരത്തെ തന്നെ ആ എതിർപ്പ് ചില നേതൃത്വവുമായി രാജ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഒരു വനിതാ ജനറൽ സെക്രട്ടറി എത്തുമോ എന്നുള്ളൊരു ആകാംക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ചർച്ച എന്തായാലും പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഒരു വനിതാ ജനറൽ സെക്രട്ടറി വേണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. നിലവിൽ D രാജയോട് ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ ചോദിച്ചിരുന്നു. എന്നാൽ ആ ചോദ്യങ്ങളിൽ നിന്ന് D രാജ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊന്നും രാജയുടെ ഭാഗത്തുകൊണ്ട് ഉണ്ടായതുമില്ല. നാളെ മുതലാണ് പ്രതിനിധി സമ്മേളനങ്ങൾ ഉൾപ്പെടെ ആരംഭിക്കുന്നത്. നാളെ മുതൽ പ്രതിനിധി സമ്മേളനങ്ങൾക്ക് ശേഷം അവസാന ദിവസമാണ് ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പോസ്റ്റുകളിലേക്കുള്ള ചർച്ചകളും തെരഞ്ഞെടുപ്പുകളും ഒക്കെ നടക്കുക. ആ സമയത്തായിരിക്കും ഇതിലൊരു വ്യക്തത ഉണ്ടാവുക. തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.